വിശദമായ വാർത്തകളിലേക്ക്. കേരളം ലക്ഷ്യമിട്ട് ആൻഡമാനിൽ സൂക്ഷിച്ചിരുന്ന 100 കോടി രൂപയുടെ മാരക മയക്കുമരുന്ന് കേരളത്തിൽ നിന്നുള്ള കസ്റ്റംസ് പ്രിവന്റീവ് എക്സൈസ് സംയുക്ത സംഘം പിടികൂടി നശിപ്പിച്ചു. മ്യാൻമർ ലഹരി മാഫിയ സംഘം കടലിൽ മുക്കിയ കപ്പലിൽ നിന്നുള്ള ലഹരിമരുന്ന് സംസ്ഥാനത്തേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് കസ്റ്റംസ് പ്രിവന്റീവ് എക്സൈസ് സംയുക്ത നടപടി ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ജൂണിൽ 500 ഗ്രാം മെത്താഫെറ്റുമീനുമായി 3 മലയാളികൾ മഞ്ചേരിയിൽ പിടിയിലായപ്പോഴാണ് മാരകലഹരി വസ്തു എത്തുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിൽ നിന്നാണെന്ന് അന്വേഷണ സംഘത്തിന് മനസ്സിലായത്. തുടർന്ന് എക്സൈസ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം വിവരം കൊച്ചി കസ്റ്റംസ് പ്രവീൺ റിവറിന് കൈമാറിയാണ് സംയുക്ത ഓപ്പറേഷന് തീരുമാനിച്ചത്. കേരളത്തിൽ പിടിയിലായവർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആൻഡമാനിലെത്തി ആദിവാസി വിഭാഗത്തിലുള്ള യുവാവിനെ കസ്റ്റഡിയിലെടുത്തത്. ആൻഡമാനിലെ മലാക്കയിൽ കടലോരത്ത് ജപ്പാൻ സൈന്യം നേരത്തെ ഉപേക്ഷിച്ച ബങ്കറിൽ ഇയാൾ സൂക്ഷിച്ച 50 കിലോ മെത്താഫെറ്റമിൻ സംയുക്ത സംഘം കണ്ടെത്തി. 2 കിലോയുടെ 25 പാക്കറ്റുകളിലായിരുന്നു ലഹരി മരുന്ന്. ബങ്കറിൽ വെള്ളം കയറിയതിനാൽ ഇത് പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് സ്ഥലത്ത് തന്നെ നശിപ്പിക്കുകയായിരുന്നു. ഇനിയും 100 കണക്കിന് കിലോ മെത്താഫെറ്റമിൻ പ്രദേശവാസികളുടെ കയ്യിലുണ്ടെന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. 2019 ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പിടിയിലാകുമെന്ന് ഉറപ്പായപ്പോൾ മ്യാൻമാറിൽ നിന്നുള്ള ലഹരി സംഘം മയക്കുമരുന്ന് സഹിതം കപ്പൽ മുക്കിയിരുന്നു. തുടർന്ന് വായു കടക്കാത്ത കവറിലുള്ള ലഹരിമരുന്ന് തീർത്ത് അടിക്കുകയായിരുന്നു. ഇതാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിക്കുന്നതെന്നും കസ്റ്റംസ് വ്യക്തമാക്കുന്നു. ഷെക്യാന ന്യൂസ്, കൊച്ചി.